19 സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്കുകൾ പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39 സ്ഥാനത്താണ് ആര്യ എങ്കിൽ ക്യൂബിലാകെ എത്ര പേരുണ്ടാകും? ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് പിൻ ചെയ്യാം. 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുമ്പോഴത്തേക്ക് ബ്രോ എനിക്ക് മനസ്സിലായി. മാക്സിമം നമുക്കതിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ 2 ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് അത് രണ്ടെണ്ണം പിൻ ചെയ്യാൻ പറ്റില്ല, ഒരെണ്ണേ പിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത്. അതാ പ്രശ്നം. ഞാൻ ക്വസ്റ്റ്യൻ അതുകൊണ്ട് വാദിക്കാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. ഒരു ക്യൂവില് രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19 സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39 സ്ഥാനത്താണ് ആര്യ എങ്കിൽ ക്യൂബിൽ ആകെ എത്ര പേരുണ്ട്? ഓക്കെ, വർഷ ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വർഷ വീട്ടിലാരൊക്കെ ഉണ്ട്? വർഷയുടെ ഞങ്ങളുടെ പേര്, എൻ്റെ പേര് ഹരിയാണ്. ഇത് വൈഫാണ് കൃഷ്ണ, ഇത് ഫ്രണ്ടാണ് നിശാന്ത്. 4 പറഞ്ഞ് ലുട്ടാപ്പി ആൻസർ ഉണ്ട്. പൊന്നാനി ഇങ്ങനെ പറഞ്ഞ് ഞാൻ പ്രതികരിക്കും, എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നു സുല്ല് ലുട്ടാപ്പി 4 3 പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്തായാലും അത്ര ആൻസർ ഇല്ല. അല്ല അങ്ങനെ എന്തായാലും ഞാൻ പറയാം. രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. ഓക്കെ, സുമേഷ് പിന്നീട് 19 സ്ഥാനത്താണ് രമേശ്. ക്യൂവിൽ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. 70 ആൻസർ കണ്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം, ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന്റെ ക്വസ്റ്റ്യൻ ബാലൻസ് ഞാൻ പറയാം. എന്നാലും ക്വസ്റ്റ്യൻ ഫുള്ളാണ് ഒന്നുകൂടെ വായിക്കാം. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ അത് ക്വസ്റ്റ്യൻ വായിച്ചോട്ട്. ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാണ് സുമേഷ്. പിന്നിൽ നിന്ന് 19 സ്ഥാനത്താണ് രമേശ്. സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാണ് രാജേഷ്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39 സ്ഥാനത്താണ് ആര്യ എങ്കിൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? ലോങ് ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പിൻ ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാം കാണാൻ പറ്റുമല്ലോ. അതിന്റെ ബാലൻസ് ഞാൻ വായിക്കാം. ഓക്കെ, ആ പിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ബാക്കി ഞാൻ വായിക്കാം. പിൻ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാം വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. മുന്നിൽ നിന്ന് 39 സ്ഥാനത്താണ് ആര്യ എങ്കിൽ ക്യൂവിലാകെ എത്ര പേരുണ്ട്? ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ഉണ്ടായിടാ, അതല്ലെങ്കിൽ വെളിയിൽ പോയി സംസാരിക്കും. ക്വസ്റ്റ്യൻ വായിക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റണ്ടേ? ഇൻഗ്രൽ വോയിസ് ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. 74, 75, 72, 73 4 ഓപ്ഷൻ ഇട്ടിട്ടുള്ളത്. അപ്പം ഇതുവരെ ആ ഓപ്ഷനുള്ള ആൻസർ ആരും പറഞ്ഞിട്ടില്ല. 29, 13, ഷോർട്ട് ഫിലിം ചെയ്തുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരാളൊരു സബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, വർക്കൗട്ട് ആവില്ലെന്ന് അറിയത്തില്ല. പാർവതി, ഹായ് പാർവതി. ഇത് ജസ്റ്റ് ഒരു ഫണ്ണി ഗെയിമാണ്, ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മുഹമ്മദ് അനീഷ് കെഫാലത്ത്. ഫുഡ് കഴിച്ചിട്ടില്ല, ഈ ലൈവ് തീർന്നുകൊണ്ട് ഫുഡ് കഴിക്കും. ലുട്ടാപ്പി കറക്കി കുത്തില്ല പറഞ്ഞു. 73 ഫുഡ് കഴിച്ചു. ഓക്കെ, ഫുഡ് കഴിച്ചു. മുഹമ്മദ് അനീഷ് സ്ഥലം എവിടെയാണ്? പുള്ളക്കാട് സെപ്റ്റംബർ 72 പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചിരിക്കുന്നത്? 75 ആരതി പറഞ്ഞിട്ടുണ്ട്. കറക്കി കുത്തി ലുട്ടാപ്പി 73 കറക്റ്റാണ്. ഓക്കെ, വർഷ തെറ്റാണ്. 72 അല്ല, ലുട്ടാപ്പി കറക്കി കുത്തി 73 കറക്റ്റാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അഖിൽ ബ്രോ കറക്കി കുത്തിയ 73 ആര്യ പോലത്തെ ടീമാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ ഓക്കെ, അതല്ല നമുക്ക് നോക്കാം. ഞാൻ സ്ക്രിപ്റ്റ് എന്താ പറയുന്നത് ലീക്ക് ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം. എന്തായാലും അതുപോലെയുള്ളതൊന്നും ട്രൈ ചെയ്യുന്നുണ്ട്. 1-2 കൈ ഇരിപ്പുണ്ട്. ബാക്കിലിരിക്കുന്നത് എൻ്റെ വൈഫാണ്, മരിയൂസ് ബോക്സ്. ചിറാപ്പുഞ്ചി പാടി തരുമോ? നമ്മൾ